സതീശൻ കൊച്ചേട്ടോ, കോൾ അടിച്ചല്ലോ. നാട്ടുകാരൊക്കെ പറയുന്നത് ഇപ്പൊ സതീശൻ കൊച്ചേട്ടന്റെ സതീശൻ കൊച്ചേട്ടൻ പറയുന്ന വാക്കിലാണ് ഈ പിണറായി വിജയന്റെ മൂന്നാമത്തെ മന്ത്രിസ്ഥാനം പ്രധാനമന്ത്രി അല്ലേ, കേരളത്തിന്റെ പ്രധാനമന്ത്രി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെന്നാ ഇപ്പൊ അവരൊക്കെ എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാൻ മേല. എങ്ങനെയാണേലും കൊച്ചേട്ടൻ ഒരു തീരുമാനത്തിൽ എത്തുന്നതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകും കേട്ടോ. അതെന്നാന്ന് വെച്ചാലേ, ഇപ്പം ആ ചെറുക്കനുണ്ടല്ലോ, മാങ്ങാക്കൂട്ടാൻ, അവനെ ഒന്നെങ്കിൽ എടുക്കുക ഇല്ലേ പറഞ്ഞു വിട്ടോ. പക്ഷെ ഇതിനകത്തെല്ലാം നാട്ടുകാർ പറയുന്ന ഒരു കരക്കമ്പി എന്നാന്ന് വെച്ചാലേ, ഈ കൊച്ചേട്ടൻ ഇപ്പം മാങ്ങാക്കൂട്ടാനെ പാർട്ടിയിലോട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പാലക്കാട്ട് അവൻ ജയിക്കും മത്സരിച്ചാല്. പിന്നെ ഈ പറഞ്ഞ ഇടഞ്ഞു നിൽക്കുന്ന കുറെ കൊങ്ങികളില്ലേ, ഇവന്മാരെല്ലാം കൂടെ വോട്ട് ചെയ്യും. ഇവന്മാരൊക്കെ അവന്റെ ആർമിയാന്ന് പറഞ്ഞ് ഇവൻ ബിഗ് ബോസിൽ പോയായിരുന്നു ആർമി ഉണ്ടാക്കാനായിട്ട്. എന്തേലും ആട്ടെ, അത് പോട്ടെ. ഇനി അടുത്താണ് ബിഗ് ബോസ് വരുമോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ എന്നാണേലും ഈ ആർമിക്കാരെല്ലാം കൂടെ പതുക്കെ കോൺഗ്രസിന്റെ കൂടെ തന്നെ വോട്ട് ചെയ്യും അവനെ എടുത്താ. ഇനി അവനെ എടുത്തില്ല എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ആർമിക്കാർ കുറെ പേര് ചിലപ്പോൾ ഇവന്മാര് കാലുവാരും മാറ്റിക്കുത്തും. പിന്നെ ഈ ആർമി ഒന്നും ഇല്ലാതെ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കുറെ അവന്മാരില്ല, ഇവന്മാരും ഇപ്പൊ ഈ പറയുന്ന മാങ്ങാക്കൂട്ടാന്റെ പുറകെ ചിലപ്പോൾ അവനൊക്കെ വോട്ട് ചെയ്യാനും മതി. പിന്നെ അവനെ നിർത്തി കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ, പാവം ചെറുക്കനല്ലെന്ന് പറയാൻ അമ്മമാരൊക്കെ ഇങ്ങനെ കരഞ്ഞു പോയി നിലവിളിച്ച് നടപ്പുണ്ട്. അവർക്ക് വലിയ പാർട്ടി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവരെങ്ങനെയും കയ്യെ കാലെ പിടിച്ച് ആൾക്കാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ച് ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കും. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാലോ പിണറായി താഴെ പോയേ. അങ്ങനെ ജയിക്കണമെങ്കിൽ ഇവനെ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആരാ? കൊച്ചേട്ടൻ. അപ്പൊ കൊച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഈ തീരുമാനത്തിൽ എത്തി. ഇതിനകത്തുള്ള വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കിട്ടിലൊരു ഐഡിയ ഞാൻ പറയട്ടെ. അതായത് ഇപ്പൊ കൊച്ചേട്ടൻ എങ്ങാനും ഇപ്പം കൊച്ചേട്ടനല്ല, കോൺഗ്രസ് എങ്ങാനും ജയിച്ചിപ്പോ ആരെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞോണ്ടല്ലോ, രാജാവ് അങ്ങ് പടിയിറങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ സംഭവം എന്ന് വെച്ചാൽ, രാജാവിന്റെ രാജകുമാരിയുടെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഒരു കേസ് കിടപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ കൊച്ചേട്ടന്റെ ഒക്കെ സ്വഭാവം വെച്ച് ഞാൻ കണക്ക് കൂട്ടി നോക്കിയിട്ടും കൊച്ചേട്ടനൊക്കെ ഇതിന്റെ പുറകെ പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് നടക്കുമല്ലോ. വിജയൻ സാറിനെയും വീണ മാഡത്തിനെയൊക്കെ ഒന്ന് ഉള്ളേ തള്ളാനുള്ള പരിപാടി നോക്കുമല്ലോ. അപ്പൊ കൊച്ചേട്ടന്റെ നാക്കയിലാണ് വിജയൻ സാറും വിജയൻ സാറിന്റെ മോളുടെ ഭാവിയും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ എന്നാന്നറിയോ ചേട്ടാ, ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി ഇപ്പം വഴിയെ പോകുന്ന KSRTC ബസ്സിലും പോസ്റ്റലും എല്ലാം എഴുതിയിട്ടുണ്ട് 10 വർഷത്തെ ഏതാണ്ട് എന്തോ വാഴയ്ക്ക് അവർ മലത്തി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കണ്ടേ? പണ്ട് ഇവിടെ ഒരു ബസ്സിലാണ്ട് സണ്ണി ലിയോണിന്റെ ഫോട്ടോ ഒട്ടിച്ചെന്ന് പറഞ്ഞ് വഴിയെ പുറകെ പോകുന്ന വണ്ടിക്കാരെ ശ്രദ്ധ തെറ്റി അപകടം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ മറ്റേ നമ്മുടെ പിള്ളക്കൊച്ചേട്ടൻ, ഗണേശൻ പിള്ളക്കൊച്ചേട്ടനെ. അപ്പൊ അതൊക്കെ ചോദിക്കണം. അതിപ്പോ എന്നാ പരിപാടിയാ, ഇപ്പം ഇയാടെ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ തെറ്റത്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. ചുമ്മാ വൃത്തികേടാക്കി നമ്മുടെ വണ്ടിയൊക്കെ. എന്ത് വണ്ടി ഇറക്കി, നമ്മുടെ കൊണ്ടോടി ബോഡി, കൊണ്ടോടാത്ത ബോഡി, ഇങ്ങനെ കുറെ ബോഡികളൊക്കെ ആയിട്ട് ഒരുമാതിരി പഴയ തമിഴ്നാട് വണ്ടി പോലത്തെ ഡിസൈനൊക്കെ ആക്കിയിട്ട് ഈ പിള്ളക്കൊച്ചേട്ടനും കൊച്ചേട്ടന്റെ ചെറുക്കനും കൂടെ ഒരുമാതിരി ആക്കി ഈ വണ്ടിയില്ലേ, അതിലൊക്കെ ചുമ്മാ ഒട്ടിച്ചു വെച്ചേക്കുവാന്ന്. ഇപ്പോൾ ഒരു KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങേരുടെ തലവട്ടം കണ്ടിട്ട് ഊപ്പാട് വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മനസ്സിലായോ? അപ്പൊ കൊച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ചെറുക്കനെ പിടിക്കുന്നുണ്ടോ അത് ചെറുക്കനെ ഒഴിവാക്കുകയാണോ എന്ന് തീരുമാനിക്കും. എന്നിട്ട് ചെറുക്കനെ പിടിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയോ? വേണമെങ്കിൽ ഇപ്പം ഈ ഇലക്ഷനൊക്കെ ജയിച്ച് നമ്മൾ അധികാരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞ് മാറി നിൽക്കണ ചെറുക്കാന്ന് പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് മാറ്റി അവനൊരു MLA മാത്രം അങ്ങ് നിർത്തുക. തൽക്കാലം മന്ത്രി ആക്കണം നോക്ക്, വല്ല ഇതൊന്നും കൊടുത്ത്. ഇല്ല വല്ല യുവജന മറ്റേ സാധനം, അത് സ്ഥിരം പരിപാടിയല്ലേ. നമ്മൾ പിള്ളേർക്കൊക്കെ യുവജന പരിപാടികളല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്, അല്ലാതെ കൂടിയ കേസ് നമ്മൾ എവിടെമാരുടെ കൊടുക്കാറില്ലല്ലോ. അങ്ങനത്തെ ഒരു ഐറ്റം എടുത്ത് അങ്ങ് കൊടു. യുവജന അങ്ങനെ മന്ത്രി ഉണ്ടോ? യുവജന മന്ത്രിയോ? അല്ലല്ലോ, മറ്റേ ചിന്ത ചേച്ചി ഉള്ള പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി ചെറുക്കിനോട് പുള്ളിക്ക്. അപ്പൊ പിന്നെ എന്നെ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മളായി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കും. കൊച്ചെണ്ണ ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ച് അങ്ങനെ ഞാനൊരു വലിയ രാഷ്ട്രീയ നിരീക്ഷണമൊന്നുമല്ല. പക്ഷെ എങ്കിലും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് ശരിയാണെന്ന് തോന്നിയാൽ ശരിയാണോ, തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റാണെന്നോ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. അതായത് കോൺഗ്രസിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തില്ലെങ്കിൽ കോൺഗ്രസിൽ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള കുറെ ആൾക്കാർ വോട്ട് ചെയ്യാതിരിക്കുകയോ മാറ്റിക്കുത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലെ തന്നെ പാർട്ടിയാണ് പ്രധാനം, അത് കഴിഞ്ഞ് ആണ്
ബന്ധുക്കളും സ്വന്തക്കാരും വ്യക്തികളും അച്ഛനും അമ്മയും സഹോദരങ്ങളും എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും അല്ല കോൺഗ്രസ്സിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർ കുറച്ചും കൂടി ഇമോഷണലാണ്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാത്തതിന്റെ പേരിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പം 3 ജാമ്യം കിട്ടിയതിന്റെ പേരിൽ ഇപ്പം രണ്ടാമത്തെ കേസിനകത്ത് എന്തോ ഫോൺ വിളിച്ചെന്നൊക്കെ പറഞ്ഞെന്തോ ഉടായ്പുണ്ട്, അത് വിട്ടേക്ക്. അങ്ങനത്തെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവര് മാറ്റി കുത്താനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ BJPയിൽ നിൽക്കുന്ന പല അമ്മമാരും പല സ്ത്രീകളും പല പ്രായമായ ആൾക്കാരും രാഹുൽ മാങ്കൂട്ടം പാവം പയ്യനാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഒരു പക്ഷേ അവനെ നിർത്തിയാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്നേഹം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കൂടെ പോയി പാലക്കാട്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അവനുള്ള സ്നേഹം കൊണ്ടും അവനെ ഒരു മന്ത്രിയാക്കി കാണണം അല്ലെങ്കിൽ അവനൊരു മന്ത്രിസഭയിൽ കയറണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടും ഒരുപക്ഷെ ഇവിടെ ഉള്ളവരും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റേ പഴയ ടീംസിന് വേണ്ട എന്നുള്ള രീതിയിൽ ഇത് രണ്ടും ഒരേ എഫക്റ്റിൽ കിടക്കുന്ന സാധനമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ BJP വിട്ടേക്ക്. കാരണം BJP ഈ പറഞ്ഞ പോലെ വലിയ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത 1-2 MLA വരുമായിരിക്കും മാക്സിമം പോയാൽ, 2-3 വരുമായിരിക്കും മേ ബി. അത്രേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്ന് തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വീണ തൈക്കണ്ണയുടെ പേരിൽ പണ്ടുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പനും മോളൂടെ ചെയ്ത എന്തോ ഒരു ഉടായ്പ പരിപാടി, സാമ്പത്തിക പരിപാടികളൊക്കെ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പാതി വഴിയില്ല. കാരണം അപ്പൻ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി താഴെ പോയാൽ മോളുടെ കാര്യത്തിൽ തീരുമാനമാവുന്ന പുള്ളിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ വ്യഗ്രത. അന്ന് പുള്ളി വിചാരിച്ച ലോകാവസാനം വരെ പുള്ളിയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് വിചാരിച്ചത്. അതിന്റെ ഇപ്പൊ ആറ്റിറ്റ്യൂഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മൈക്കിനകത്താണ്ട് ചീത്ത വിളിക്കുന്നതൊക്കെ കേട്ടു, ഇന്നലെ മിനിങ്ങാന്നങ്ങാണ്ട്. എന്തായാലും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അതായത് പ്രാക്ടിക്കലി എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് ഈ തരത്തില് ഒരു തീരുമാനം എടുത്താൽ ഈ അഭിമാനമൊക്കെ അങ്ങോട്ട് വിടുന്നത്, എന്നിട്ട് കുറച്ച് പിള്ളേരെയൊക്കെ കയറ്റിയാൽ എന്നെ ബെനിഫിറ്റ് ഉണ്ടാവും അറിയോ? ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടി ഇനി ഒരു പിള്ളേരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരില്ല. ഈ നാളൊരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, പുതിയ യുവാക്കൾ പാർട്ടിയിലേക്ക് വരാത്തതിൽ എന്തോ സങ്കടം ഉണ്ടെന്നോ വിഷമം ഉണ്ടെന്നോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ആ പാർട്ടിക്കാന്നൊക്കെ പറഞ്ഞില്ല, കൊച്ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇനി പ്രതീക്ഷിക്കണ്ട, ഇനി ഉള്ള തലമുറയിലുള്ള ആൾക്കാരെ പാർട്ടിയിലേക്ക് അവർ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഈ ഇപ്പോഴുള്ള യൂത്തിലുള്ള ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ എങ്ങനെയും കയറ്റി വരുത്താനുള്ള ഒരു മാർഗം നോക്കുക. അതേ ഉള്ളൂ മാർഗം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലെ ആകും. വല്ല ബംഗാളൊക്കെ പോലെ 2 ടൈം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളിപ്പോൾ പെട്ടിയും പൊക്കാണോ എടുത്തുകൊണ്ട് വിട്ടോണ്ടാൽ മതി. എവിടെ ബംഗാളിയിൽ നമ്മളിപ്പോൾ ഉമ്മാര് പണിക്ക് വരുന്ന പോലെ നമ്മളവിടെ പോയി ടിൻ ഷീറ്റിന് വീടൊക്കെ അടിച്ച് അവിടെ എങ്ങാനും കിടക്കാം. അതൊക്കെ നടപടിയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ തീരുമാനം ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെ ഒരു സമയം കണ്ടെത്തിയാൽ, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടാൽ ഇന്നിപ്പോൾ ഉള്ള ഈ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിനെ, പ്രതിപക്ഷ നേതാവിനോട് സമൂഹത്തിൻ്റെ ഒരു സ്നേഹവും ഒരു ആത്മാർത്ഥതയും വരികയും ചെയ്യും. ഭാവിയിൽ ഇപ്പം ഏതെങ്കിലും മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ എന്തെങ്കിലും മന്ത്രിയാകാനും പറ്റും. ഇത്തരത്തിലുള്ള യുവാക്കളുടെ സപ്പോർട്ടും ഉണ്ടാകും. കാരണം യുവാക്കളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാരണവന്മാർക്കൊന്നും ആരും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യുവാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, പിള്ളേരാണ് നിൽക്കുന്നതെങ്കിൽ പിള്ളേർ വോട്ട് ചെയ്യും, വെളിയിൽ നിൽക്കുന്ന പിള്ളേർ വോട്ട് ചെയ്യും. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ 50, 60, 70 വയസ്സ്, 50 പോട്ടെ 60, 70 വയസ്സുള്ള ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാനങ്ങ് വോട്ട് ചെയ്യല്ലോ. ഇവർ നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അല്ല മാത്രമല്ല, ഇവർക്ക് ഇലക്ഷനിൽ അങ്ങോട്ട് ജയിച്ച് കഴിയുമ്പോഴത്തേനും കുറെ അസുഖം വന്നാൽ എന്നാ ചെയ്യും? ഇത് മൊത്തം നമ്മൾ കാശ് കൊടുത്ത് ചികിത്സിക്കണം അല്ലേ? വയറിളക്കത്തിന് നമ്മൾ കാശ് കൊടുക്കണ്ടേ? അമേരിക്കയിലെ വയറിളക്കം ചികിത്സിക്കുകയും ചെയ്യുള്ളൂ. നമ്പർ 1 കേരളമാണ്, നമ്പർ 1 ഹെൽത്ത് വാഴയ്ക്കായ ഇവിടെ കുഴിച്ചിട്ടേക്കുന്നതെന്ന് പറയുകയും ചെയ്യും. ഒരു കോപ്പും നടക്കുകയില്ല, എല്ലാത്തിനും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോവുകയും ചെയ്യും. നിങ്ങൾ കോൺഗ്രസ്സുകാർ പോകുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ഇറ്റലിക്കായിരിക്കും പോകുന്നത്. നിങ്ങൾ ഇറ്റലിക്കോ ഇറ്റാത്തറത്തോ എവിടെയെങ്കിലും പോകും. അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കുറേ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ചെറിയ ആൾക്കാർക്ക് അവർ മരിച്ചു പോയാലേ അവർക്ക് ആരോഗ്യ പ്രശ്നം വരികയില്ലെന്നല്ല. കമ്പാരിറ്റീവ്ലി അങ്ങനെയല്ലല്ലോ, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. നമുക്ക് യുവാക്കൾക്ക് അതിനുള്ള ഇത് കൊടുക്കുക, യുവാക്കൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള മാർഗം നോക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ യുവാക്കൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത തലമുറയിൽ ആരെങ്കിലുമൊക്കെ പാർട്ടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ കാരണവന്മാർ മസിലടിച്ചിരുന്നാലും ഒരാൾ പാർട്ടി വരികയായിരുന്നു. അപ്പം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പം VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലാണ് ഈ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ഭാവി തന്നെ നിൽക്കുന്നത്. നിങ്ങളുടെ ഭാവി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി, കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി, ഇതെല്ലാം ഈ ഒരു ആളുടെ പേരിൽ നിൽക്കുന്നത്. ഈ പണ്ടത്തെ ഈ ദേഷ്യവും ഈ പിള്ളേരുള്ള ഈ ചുരുക്കും ഈ പറഞ്ഞ വാക്കിനോടുള്ള അതൊന്ന് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഇരുമ്പലൊക്കെ ഒന്നും അല്ലല്ലോ, വാക്കല്ലേ, അത് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ചെയ്യും. മുദ്രപത്രത്തെ ഒന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ ആർക്കും ഇപ്പൊ അവനെ ഇനി തിരിച്ചെടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. ചെയ്തിട്ട് എങ്ങനെങ്കിലും പാർട്ടിയെ രക്ഷിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത്തവണയും കൂടെ കോൺഗ്രസ് പാർട്ടി ഈ പ്രതിപക്ഷത്തിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ജന്മത്തിൽ കേരളത്തിൽ കോൺഗ്രസ് എണീറ്റ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എനിക്ക് കോൺഗ്രസിനോട് അങ്ങനെ പ്രത്യേക മമതയും സ്നേഹമൊന്നുമില്ല. പിന്നെ പക്ഷേ അത്യാവശ്യം യുവാക്കളുണ്ട്. ഈ CPM സപ്പോർട്ട് ചെയ്യുന്ന പോലെ യുവാക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഞാൻ യുവാക്കളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചൊന്നുമല്ല. അത് BJPയുടെ കാര്യത്തിലാണെങ്കിലും പറയാനുണ്ട്. ഈ പ്രശാന്ത് അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, പ്രശാന്ത് ശിവനോ, അങ്ങനെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പൊക്കിക്കൊണ്ട് വരണം. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും JC തോമസിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്രയോ ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലൊരു അവർ ചെയ്യുന്നതിന്റെ ഒരു മിനിമം ഒരു പകുതി സപ്പോർട്ടെങ്കിലും നിങ്ങൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു റെലവൻറ്റ് ഉണ്ടായിരിക്കും സൊസൈറ്റിയിൽ. ഇപ്പൊ ഇത് കാരണന്മാരുടെ പാർട്ടി എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ പോയി. മനസ്സിലായില്ലേ? അതാണ് ഈ പ്രശ്നം. കുറച്ച് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ സീനിയേഴ്സ് കഴിവുള്ള ആൾക്കാരല്ല എന്നല്ല പറഞ്ഞത്. സീനിയേഴ്സ് ഉണ്ട് കഴിവുള്ള ആൾക്കാർ. നിങ്ങൾ ഗൈഡ് ചെയ്യ് പിള്ളേരെ, അവന്മാർ പോയി ചെയ്യട്ടെ. അതല്ല ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുവാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പല ബെനിഫിറ്റ്സും ഉണ്ടാവും. അതാണ് പറഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൊണ്ടൊന്ന് പരിഗണിക്കുക.